അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, 45-ാം അധ്യായം സൂറത്ത് ജാസിയ തുടരുകയാണ്. ഇന്ന് 10 മുതൽ 13 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പാരായണം എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ വറാഇഹിം ജഹന്നം फिर से पढ़ें ऊंची आवाज से. ولا يغني عنهم ما كسبوا شيئا ولا ما اتخذوا من دون الله أولياء ولهم عذاب عظيم. هذا هدى والذين كفروا بآيات ربهم لهم عذاب من رجز أليم. الله الذي سخر لكم البحر لتجري الفلك فيه بأمره ولتبتغوا من فضله ولعلكم تشكرون. وسخر لكم ما في السماوات وما في الأرض جميعا منه إن في ذلك لآيات لقوم يتفكرون. മുകളിലുള്ള ഏതാനും ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വന്നു കിട്ടിയിട്ടും എത്ര തന്നെ സത്യങ്ങൾ കണ്ടറിഞ്ഞിട്ടും അതൊന്നും ഉൾക്കൊള്ളാതെ തങ്ങൾ ജീവിച്ചു വരുന്ന, തങ്ങൾ ആചരിച്ചു വരുന്ന ആ ദുഷിച്ച പ്രവൃത്തികളിൽ തന്നെ, അല്ലെങ്കിൽ തെറ്റായ വിശ്വാസ ആചാരങ്ങളിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന, അതിൽ തന്നെ നിലയുറപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ഏത് കാലത്തും ലോകത്ത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അങ്ങനെയുള്ളവർ ധാരാളമായിരുന്നു. അവരായിരുന്നു ഭൂരിഭാഗവും. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, സത്യം നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടും അത് ഉൾക്കൊള്ളാൻ, അത് അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അപമാനകരമായ ശിക്ഷയുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് 10-ാമത്തെ ആയത്തിൽ അള്ളാഹു അതുമായി ബന്ധപ്പെട്ട് തന്നെ തുടർച്ചയായുള്ള കാര്യങ്ങൾ പറയുകയാണ്. മിൻ വറാഇഹിം ജഹന്നം വലാ യുഗ്നി അൻഹും മാ കസബൂ ശൈഅൻ വലാ മത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ വലഹും അദാബുൻ അദീം. അത് പറയുന്നത് എന്താണോ? മിൻ വറാഇഹിം, ഇനി അവരുടെ പിന്നിലുണ്ട്. വറാ എന്ന് പറഞ്ഞാൽ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലത്ത്, അതായത് ഇഹലോക ജീവിതത്തിൻ്റെ ശേഷമുള്ള കാലത്ത്. വറാഇഹിം, അവരുടെ അപ്പുറം ഉണ്ട്. അതായത് ഇഹലോക ജീവിതത്തിൻ്റെ അപ്പുറത്ത്, വറാഇന് അപ്പുറം, പിന്നിൽ എന്നൊക്കെ അർത്ഥം പറയാം.
അപ്പോൾ വറാഇഹിം അവരുടെ പിന്നിലായി അഥവാ അവരുടെ അപ്പുറത്തായി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ അപ്പുറത്തായി ജഹന്നമു നരകമുണ്ടായിരിക്കും. വലാ യുഗ്നി അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല, അൻഹും അവരിൽ നിന്ന് അവർക്ക് അഥവാ അവർക്ക് ഒരു പ്രയോജനവും ചെയ്യുകയില്ല, മാ കസബു അവർ സമ്പാദിച്ചു വെച്ചത്, ഷൈഅൻ ഒന്നും തന്നെ ഒട്ടും തന്നെ അവർക്ക് പ്രയോജനം ചെയ്യുകയില്ല. അപ്പോൾ ദുനിയാവിൽ അവർ സമ്പാദിച്ചു വെച്ചത് നാളെ പരലോകത്ത് അഥവാ മരണാനന്തരമുള്ള ജീവിതത്തിൽ അവർക്കൊരു തരത്തിലും ഉപകാരപ്പെടുകയില്ല. വലാമ ഒന്നും ഉപകരിക്കുകയില്ല, മറ്റൊന്നും ഉപകരിക്കില്ല. ഇത്തഖദു അവർ സ്വീകരിച്ചിരിക്കുന്നു, മിൻ ദൂനില്ലാഹി അള്ളാഹുവിന് പുറമെയായി അവർ സ്വീകരിച്ചതും അവർക്കുപകാരപ്പെടില്ല. എന്തായി സ്വീകരിച്ചു? ഔലിയ രക്ഷാധികാരികളായിട്ട് അവർ സ്വീകരിച്ചു, അല്ലെങ്കിൽ ഔലിയാക്കളായിട്ട് അവർ സ്വീകരിച്ചു. എങ്ങനെ? അള്ളാഹുവിനെ വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പുറമെ. അങ്ങനെയുള്ളതും അവർക്ക് ഉപകാരപ്പെടുകയില്ല. വലഹും അവർക്കുണ്ട്, അദാബുൻ ശിക്ഷയുണ്ട്, അദീം മഹത്തായ അഥവാ കനത്ത ശിക്ഷ അവർക്കുണ്ടായിരിക്കും. അപ്പോൾ ഈ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അസത്യത്തിൽ തന്നെ ശടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടാകുമല്ലോ, അവരോടാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളുടെ ഇഹലോക ജീവിതത്തിൻ്റെ ശേഷമുള്ള കാലത്ത് നിങ്ങളുടെ പിന്നിലായി അഥവാ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അപ്പുറത്തായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് ജഹന്നമാകുന്നു അഥവാ നരകമാകുന്നു. അവിടെ ആ പരലോക ജീവിതത്തിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെയുള്ള എന്തെങ്കിലും ഒന്ന് ഉപകാരപ്പെടുമോ? ഒന്നും ഉപകാരപ്പെടില്ല. ഇവിടെ നിങ്ങളെ സഹായിക്കാൻ സഹായികളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, നിങ്ങളുടെ പിന്നിൽ നിങ്ങളുടെ കീഴിൽ ജീവിക്കുന്നവരുണ്ട്, നിങ്ങളുടെ അധികാരങ്ങളുണ്ട്, നിങ്ങളുടെ സ്ഥാനമാനങ്ങളുണ്ട്, നിങ്ങളുടെ സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ ദുനിയാവിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്നത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലതും നിങ്ങൾക്ക് ഉപകാരം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും തന്നെ ഉപകാരപ്പെടാത്ത ഒരു കാലഘട്ടമാകുന്നു നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശേഷമായിട്ട് വരാനുള്ളത്. എന്തൊക്കെ അവിടെ ഉപകരിക്കില്ല എന്നാണ് അള്ളാഹ് പറഞ്ഞത്? വലാ യുഗ്നി അൻഹും മാ കസബൂ ശൈഅൻ നിങ്ങൾ ഇവിടെ സമ്പാദിച്ചുണ്ടാക്കി കുന്നുകൂട്ടി വെച്ചിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതൊന്നും തന്നെ നിങ്ങൾക്ക് ഒരു തരത്തിലും ഉപകാരപ്പെടാത്ത ഒരു കാലമാണ് വരാനിരിക്കുന്നത്. അതുപോലെ തന്നെ വലാമത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയ അള്ളാഹുവിൻ്റെ പുറമെ നിങ്ങൾ ഔലിയാക്കളായിട്ട് നിങ്ങൾ രക്ഷാധികാരികളായി എന്തൊക്കെ സ്വീകരിച്ചോ, എന്തിനെയൊക്കെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ അവയൊന്നും തന്നെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയോജനവും ലഭിക്കാത്ത ഒരു ദിവസമാണുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പല മുഫസ്സിറുകളും വ്യക്തമാക്കി പറയുന്നുണ്ട്, ഇത് വെറും വിഗ്രഹങ്ങൾ മാത്രമല്ല, അള്ളാഹുവിനെ വിട്ടുകൊണ്ട് അള്ളാഹുവിനെ പുറമെയായി സ്വീകരിച്ച ബിംബങ്ങളാകട്ടെ രക്ഷാധികാരികളായി തങ്ങൾക്ക് ഗുണമോ ദോഷമോ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ രക്ഷാധികാരികളായി സ്വീകരിച്ചിട്ടുള്ള വിഗ്രഹങ്ങളാകട്ടെ പ്രതിഷ്ഠകളാകട്ടെ മറ്റ് ആരാധ്യ വസ്തുക്കളാകട്ടെ അവയെല്ലാം ഇതിൽ ഉൾപ്പെടും. അതുമാത്രമല്ല, ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖാസിമിയുടെ മഹാസിനു തഅ്വീൽ എന്ന തഫ്സീറിൽ നമുക്ക് കാണാൻ സാധിക്കും, ഔ റുഅസാഅഹുമുല്ലദീന അതാഉഹും അവർ ഇഹലോക ജീവിതത്തിൽ അനുസരിച്ചിട്ടുള്ള അവരുടെ നേതാക്കളും, റുഅസാ അവരുടെ നേതാക്കൾ, അവരുടെ തലവന്മാർ, അവരും പരലോകത്ത് അവർക്ക് ഉപകാരപ്പെടുകയില്ല. ഇത് വെറും വിഗ്രഹങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ പ്രതിഷ്ഠകൾ മാത്രമാണ് എന്നാലും ധരിക്കേണ്ട. ആ വിഗ്രഹങ്ങളും ഉൾപ്പെടും. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വെറും ഒരു കല്ലോ മരമോ അല്ലല്ലോ. അതിൻ്റെ പിന്നിൽ അവയെ പ്രതിനിധാനം ചെയ്യുന്ന ഏതോ ഒരു മഹാനായ ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ലാത്തയുടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ആ ഒരു കല്ലല്ല, അതിൻ്റെ പിന്നിൽ അത് പ്രതിനിധാനം ചെയ്യുന്ന ലാത്ത എന്ന മഹാനായ ഒരു മനുഷ്യനാണ്. അതുപോലെ ഹുബില്, ഉസ്സ, മനാത്ത തുടങ്ങിയിട്ടുള്ളത് എല്ലാം ഓരോ മഹാന്മാരായ വ്യക്തികളാണ്. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി കാണാൻ പറ്റുന്ന വിധത്തിലുള്ള ചില രൂപങ്ങൾ അവരുണ്ടാക്കി വെച്ചു. കല്ലുകൊണ്ടോ മരം കൊണ്ടോ ചിത്രങ്ങളായിട്ടോ ഒക്കെ ഉണ്ടാക്കി വെച്ചു എന്നേ ഉള്ളൂ. അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്, അവരുദ്ദേശിക്കുന്നത് ആ മഹാനാണ്. ഇന്നും പ്രതിഷ്ഠകളെ വണങ്ങുന്നവർ ആ പ്രതിഷ്ഠകൾക്ക് പിന്നിലുള്ള അല്ലെങ്കിൽ ആ പ്രതിഷ്ഠ ആരെ പ്രതിനിധാനം ചെയ്യുന്നോ ആ മഹാനായ വ്യക്തിയെ തന്നെയാണ് ഇന്നുമുള്ളവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ മാത്രമല്ല, പ്രതിഷ്ഠകൾ മാത്രമല്ല, ഇനി പ്രതിഷ്ഠയൊന്നും ഇല്ലാതെ തന്നെ ആ റുഅസാഅഹുമുല്ലദീന അതാഉഹും ഇഹലോക ജീവിതത്തിൽ കുഫറിൻ്റെ കാര്യത്തിൽ, നിഷേധത്തിൻ്റെ കാര്യത്തിൽ അവർ ആരെയൊക്കെ അനുസരിച്ചിട്ടുണ്ടോ ആ നേതാക്കളും അവർക്ക് ഉപകരിക്കുകയില്ല. വത്തഖദൂഹും നുസ്റാ ഫിദ്ദുനിയ ലോകത്ത് ഇഹലോകത്ത് അവരുടെ സഹായികളായി അവരെ സ്വീകരിച്ചിട്ടുള്ള ഇത്തരക്കാരും അവർക്ക് ഉപകരിക്കുകയില്ല. ഇത് ഖാസിമിയുടെ തഫ്സീറാണ്. ഇനി മക്കി അബൂ താലിബിൻ്റെ തഫ്സീറുണ്ട്. ഹിജറ 434 വഫാത്തായിട്ടുള്ള മക്കി അബൂ താലിബ് എന്ന തഫ്സീറിൻ്റെ പേര് തഫ്സീർ മക്കി എന്ന പേരിൽ അറിയപ്പെടുന്നത് വളരെ പുരാതനമായ
ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തിയ താബികളുടെ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയ അല്ലെങ്കിൽ തബഴ് താബികളുടെ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തിയ പിന്നെ തഫ്സീറാണിത്. അതിലും പറയുന്നതാ വലാ റുഅസാഅഹുമുല്ലദീന അതാഉഹും ഫിൽ കുഫ്രി ഫത്തഖദൂഹും ഔലിയാ അലാ ദാലിക മിൻ അദാബില്ലാഹി ശൈആന. അതായത് അവർ ദുനിയാവിൽ വെച്ച് അവരുടെ അവിശ്വാസത്തിന് അവരുടെ നേതാക്കളായിട്ട് അവർ ആരെയാണോ സ്വീകരിച്ചിട്ടുള്ളത്, അവരുടെ ഔലിയാക്കളായി അവർ ആരൊക്കെ സ്വീകരിച്ചോ അവരും അവർക്ക് ഉപകരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നൊരു തരത്തിലും അവർക്ക് ഉപകാരപ്പെടുകയില്ല. ഇതേപോലെ നിരവധി തഫ്സീറുകളിൽ ഇതേപോലെ വിശദീകരിച്ചിട്ടുണ്ട്. പലരും ഈ ആയത്ത് വിശദീകരിക്കുമ്പം അതൊക്കെ വിഗ്രഹങ്ങളെ സംബന്ധിച്ചാണ്. ഇഹലോക ജീവിതത്തിൽ ഔലിയാക്കളെ സ്വീകരിച്ചവരൊക്കെ അതിൽ നിന്ന് പുറത്താണ്. ഔലിയാക്കളൊക്കെ മഹാന്മാരാണ്. ആ മഹാന്മാരെ നമ്മളുടെ രക്ഷാധികാരികളായി നമുക്ക് സഹായം ചെയ്യുന്നവരായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്, വിശ്വസിക്കാവുന്നതാണ്. അതുകൊണ്ട് അവരോട് സഹായം ചോദിക്കാവുന്നതാണ്, ഇസ്തിഗാസ നടത്താവുന്നതാണ് എന്നൊക്കെ വിശദീകരിക്കാറുണ്ട്. അതൊക്കെ അബദ്ധമാണ്. അതൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ് അവയെല്ലാം. ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രമേ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള എല്ലാ സഹായതേട്ടവും പാടുള്ളൂ, പ്രാർത്ഥനകൾ പാടുള്ളൂ, ദുആകൾ പാടുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അക്കാര്യം ശരിക്കും വ്യക്തമായി മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി തുടർന്ന് 11-ാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഹാദാ ഹുദൻ വല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം ലഹും അദാബും മിർ റിജ്സിൻ അലീം. ഹാദ ഇത് എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ ഖുർആൻ ഹുദൻ മാർഗദർശനമാകുന്നു അഥവാ നേർമാർഗമാകുന്നു. വല്ലദീന ഒരു കൂട്ടർ കഫറു അവർ നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ നിഷേധികളായ ആൾക്കാർ, നിഷേധിച്ചവർ, ബി ആയാത്തി തെളിവുകളെ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളെ അല്ലെങ്കിൽ വചനങ്ങളെ എന്നും പറയാം. അല്ലാഹി ആയാത്തി റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അവരുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ അവിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെയുള്ളവർ ലഹും അവർക്കുണ്ട് അദാബുൻ ശിക്ഷയുണ്ട്, മിർ റിജ്സിൻ കഠിനമായ, അലീം വേദനയേറിയതും. വേദനയേറിയ കഠിനമായ ശിക്ഷ അവർക്കുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ മേലെയുള്ള ആയത്തുകളിൽ തന്നെ അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ആകാശം, ഭൂമി, മനുഷ്യൻ്റെ സൃഷ്ടി, ജീവജാലങ്ങളെ വിന്യസിച്ചത്, കാറ്റിൻ്റെ ഗതി, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മുകളിൽ തന്നെ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതേ സൂറത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള അള്ളാഹു മനുഷ്യൻ്റെ ബുദ്ധിയെ തട്ടിയുണർത്തുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അവൻ്റെ തൗഹീദിനെ അംഗീകരിക്കുന്നതിന് വേണ്ടി, ജനങ്ങൾക്ക് ബോധം നൽകുന്നതിന് വേണ്ടി ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പടച്ച റബ്ബ് ഈ പ്രപഞ്ചത്തിൽ വെച്ചത്, സംവിധാനിച്ച് വെച്ചതിനെ പറ്റിയിട്ട് അതൊക്കെ കേട്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടും അതിൻ്റെ പിന്നിലുള്ള ശക്തിയായ ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അംഗീകരിക്കാതെ അള്ളാഹുവിനെ അംഗീകരിക്കും. ഇതൊക്കെ സൃഷ്ടിച്ചത് പടച്ച റബ്ബ് തന്നെ എന്ന കാര്യത്തിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ആരാധനാപരമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവർക്കും സമർപ്പിക്കുന്ന ഒരു തെറ്റായ അവസ്ഥയാണല്ലോ സമൂഹത്തിലുള്ളത്. അങ്ങനെ ചെയ്യുന്നവർക്ക് അദാബും മിർ റിജ്സിൻ അലീം. റിജ്സ് എന്ന് പറഞ്ഞാൽ ശിക്ഷയുടെ കാഠിന്യം, കഠിനമായ ശിക്ഷ എന്നൊക്കെയാണ് ചില മുഫസ്സിറുകൾ വിശദീകരിച്ചത്. ഇപ്പോൾ കഠിനമായ ശിക്ഷയുടെ നരകശിക്ഷയുടെ ഏറ്റവും ഗൗരവമേറിയ ഏറ്റവും വേദനാജനകമായ ശിക്ഷ, അതാണ് റിജ്സ് എന്ന്. അപ്പോൾ ആ നരകത്തിലുള്ള ഏറ്റവും കഠിനമായതും വേദനാജനകവുമായ അസഹ്യമായ ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട്. ഇതാ നിങ്ങളുടെ മുമ്പിൽ സന്മാർഗം, ഹിദായത്ത് അഥവാ നേർമാർഗം, സത്യമാർഗം ഏതാണെന്ന് മാർഗദർശനം കാണിച്ചു തരികയാണ് വിശുദ്ധ ഖുർആൻ. അല്ലേ? പ്രപഞ്ചത്തിലെ 300ഓളം ശാസ്ത്ര കാര്യങ്ങളെ സംബന്ധിച്ച് സൂചന നൽകുകയാണ് വിശുദ്ധ ഖുർആൻ. ആധുനിക കാലത്ത് കണ്ടെത്തിയ പല ശാസ്ത്രീയ സത്യങ്ങളും വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാണ്. അന്നതാർക്കും മനസ്സിലായിട്ടില്ല, എന്തായിരുന്നു ഇപ്പോൾ ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളൂ. അതിങ്ങനെ വ്യക്തമായപ്പോൾ, അതിവിടെ തെളിയിക്കപ്പെട്ടപ്പോൾ ഖുർആനിൻ്റെ അമാനുഷികത, അജയ്യത വീണ്ടും ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഇനി 12-ാമത്തെ ആയത്തിൽ പ്രവേശിക്കാം. അല്ലാഹുല്ലദീ സഖറ ലക്കുമുൽ ബഹ്റ ലിതജ്രിയൽ ഫുൽകു ഫീഹി ബിഅംരിഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലക്കും തശ്കുറൂൻ. അല്ലാഹു തന്നെ, അല്ലദീ അവൻ ഒരുത്തന, സഖറ അവൻ അധീനമാക്കി തന്നിരിക്കുന്നു, അധീനപ്പെടുത്തി തന്നിരിക്കുന്നു, ലക്കും നിങ്ങൾക്കവൻ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, അൽ ബഹ്റ കടലിനെ.
ലിത്തജിരിയ സഞ്ചരിക്കുന്നതിന് വേണ്ടി, അൽ ഫുൽക്കു കപ്പൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി, കപ്പലുകൾ സഞ്ചരിക്കുന്നതിന് വേണ്ടി കടലിനെ നിങ്ങൾക്കവൻ കീഴ്പ്പെടുത്തി അഥവാ നിങ്ങളുടെ നിയന്ത്രണത്തിൽ ആക്കി തന്നിരിക്കുന്നു. എന്തിന്? എല്ലാ കാര്യവും നിങ്ങൾ പറയുന്ന പോലെ കടലിൽ നിൽക്കുന്നല്ല, കപ്പൽ സഞ്ചരിക്കാൻ പര്യാപ്തമായ വിധത്തിൽ കടലിനെ അവൻ നിങ്ങൾക്ക് അധീനത്തിൽ ആക്കി തന്നിരിക്കുന്നു. ഫീഹി അതിൽ, ആ കടലിൽ കപ്പൽ സഞ്ചരിക്കുന്നതിന്, ബി അംരിഹി അവൻ്റെ കൽപ്പന പ്രകാരം, വലിതബ്തഗൂ നിങ്ങൾ തേടുവാനും ആഗ്രഹിക്കുക, ലിതബ്തഗൂ നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങൾ അന്വേഷിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തേടുകയും ചെയ്യുന്നതിന്, മിൻ ഫളിഹി അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾക്ക് തേടുന്നതിന് വേണ്ടിയും, വലഅല്ലക്കും നിങ്ങളായിരിക്കുന്നതിന് വേണ്ടിയും, തഷ്കുറൂൻ നന്ദി കാണിക്കുന്നവരാവാനും വേണ്ടി കടലിനെ ഒക്കെ പടച്ച റബ്ബ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പോൾ എന്തായി പറഞ്ഞത്? കപ്പലുകൾ കടൽപ്പരപ്പിലൂടെ സഞ്ചരിക്കുന്നതിന് പര്യാപ്തമാവുന്ന വിധം കടലിനെ അവൻ നിങ്ങൾക്ക് സംവിധാനിച്ച് നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന വിധത്തിലാക്കി തന്നിരിക്കുന്നു കപ്പൽ സഞ്ചരിക്കാൻ. എന്തുകൊണ്ട്? നമ്മൾ നേരത്തെ ഇത് വിശദീകരിച്ചിരുന്നു. കപ്പൽ എന്തുകൊണ്ടാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. കഴിഞ്ഞ സൂറത്തു ദുഖാനിൽ വിശദീകരിച്ചത് ഓർമ്മ ഉണ്ടായിരിക്കും. ഏത് സാധനവും വെള്ളത്തിൽ വീണാൽ താന്നു പോകും. നമുക്കറിയാം, ഒരു മുട്ടുസൂചി വെള്ളത്തിൽ നിൽക്കില്ല, പൊങ്ങിക്കിടക്കില്ല, അത് താഴ്ന്നു പോകും. എന്നാൽ ടൺ കണക്കിന് കേവ് ഭാരമുള്ള കപ്പലുകൾ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ്. ഉരുക്കുകൊണ്ട് നിർമ്മിച്ചത് തന്നെയാണത്. എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള തത്വം മനുഷ്യൻ കണ്ടെത്തിയത്? വെള്ളം മുകളിലേക്ക് മർദ്ദം ചെലുത്തുന്നുണ്ട്. ഒരു വസ്തുവിൻ്റെ ഭാരത്തെക്കാളും കൂടിയ മർദ്ദം ഒരു വസ്തുവിൻ്റെ മുകളിൽ വെള്ളത്തിന് നൽകാൻ കഴിഞ്ഞാൽ, മർദ്ദം വെക്കാൻ കഴിഞ്ഞാൽ ആ വസ്തു വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന, അപ്പോൾ മർദ്ദമാണ് ഭാരത്തെക്കാളും കൂടുതലുണ്ടാവേണ്ടത്, അപ്പോൾ പൊങ്ങിക്കിടന്നോളൂ. അതാണ് മനുഷ്യൻ കണ്ടെത്തിയത്, അതാ ഉപകാരപ്പെടുത്തുന്നത്. അതിന് പര്യാപ്തമായ വിധത്തിൽ കപ്പൽ സഞ്ചരിക്കുന്നതിന് പറ്റിയ വിധത്തിൽ കടൽപ്പരപ്പിനെ അവൻ സജ്ജമാക്കി കീഴ്പ്പെടുത്തി തന്നു നിങ്ങൾക്ക്. അത് മാത്രമല്ല, വളരെ സ്മൂത്തായിട്ട് വെള്ളത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കാൻ പര്യാപ്തമാക്കി. മുകളിലേക്ക് തള്ളുന്ന ഈ മർദ്ദം ഉണ്ടെങ്കിൽ തന്നെയും അതിൽ കടലിൻ്റെ മുകൾ ഭാഗം ഐസ് പോലെ കട്ടിയായിട്ടാണ് കിടക്കുന്നതെങ്കിൽ, നമ്മളെ റോഡ് പോലെ മണ്ണ് പോലെ ഒരു കട്ടിയാണ് കിടക്കുന്നതെങ്കിൽ, മുകൾ പരപ്പ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിലൂടെ കപ്പലിന് സഞ്ചരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തിൽ, കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തിൽ കടലിൻ്റെ മുകൾ ഭാഗം ഉപരിഭാഗവും അവൻ സംവിധാനിച്ചു തന്നു നിങ്ങൾക്ക്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അങ്ങനെയൊക്കെ പടച്ച റബ്ബ് നിങ്ങൾക്ക് സംവിധാനിച്ചു തന്ന ഈ ദുനിയാവിൽ ഭൂമിയുടെ 3/4 ഭാഗത്തോളം വരുന്ന ജലാശയങ്ങളിലൂടെ സുഖകരമായി കപ്പലിലും അതേപോലെയുള്ള ചെറു തോണികളിലും വള്ളങ്ങളിലും ഒക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നില്ലേ? എന്നിട്ടല്ലേ അല്ല പറയുന്നത്? എന്താ പറയുന്നത്? അത് മാത്രമല്ല, ആ കടലിൽ, ആ ജലാശയങ്ങളിൽ അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അവൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളായിട്ട്, അവൻ്റെ ഫളിലായിട്ട് നിങ്ങൾക്ക് നൽകിയ ഒരുപാട് വസ്തുക്കളുണ്ട്. മത്സ്യമായിട്ട്, മുത്തുകളായിട്ട്, പവിഴങ്ങളായിട്ട്, വില കൂടിയ രത്നങ്ങളായിട്ട്, ചിപ്പികളായിട്ട്, അങ്ങനെ പലതും പടച്ച റബ്ബ് നിങ്ങൾക്ക് വേണ്ടി ഈ ജലാശയത്തിൻ്റെ ഉള്ളിൽ ആഴക്കടലിൽ പടച്ച റബ്ബ് നിക്ഷേപിച്ചിട്ടുണ്ട്. മുകൾ പരപ്പിലാണെങ്കിൽ മത്സ്യവും നിങ്ങൾക്ക് പടച്ചവൻ സൃഷ്ടിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ, അതാണ് മിൻ ഫളിഹി, അവൻ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ച് നിക്ഷേപിച്ച് തന്നിട്ടുള്ള അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ തേടുക, നിങ്ങൾ അന്വേഷിക്കുക, അത് കണ്ടെത്തി നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളൂ. അതിനുള്ള സംവിധാനവും പടച്ച റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തന്നു. വലഅല്ലക്കും തഷ്കുറൂൻ, ഇതൊക്കെ തന്ന അള്ളാഹ്ക്ക് നിങ്ങൾക്കൊന്ന് നന്ദി കാണിച്ചൂടേന്നാ. ഇതെല്ലാം നിങ്ങൾക്ക് തന്നില്ലേ, നിങ്ങൾക്ക് അള്ളാഹുവിനോടൊന്ന് നന്ദി കാണിച്ചൂടേന്നാ. സൂറത്ത് ആദിയാത്തിൽ പടച്ചവൻ പറയുന്ന ചില വാക്കുണ്ട്. എന്താണോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തൻ്റെ നാഥനോട് തീരെ നന്ദിയില്ലാത്തവനാണ്. അതിന് മുമ്പ് പറഞ്ഞത് എന്താണോ? അതിന് മുമ്പ് പറയുന്നത് ഒരു കുതിരയെ സംബന്ധിച്ച, യുദ്ധത്തിന് വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ള, പരിശീലനം നൽകപ്പെട്ടിട്ടുള്ള ഒരു കുതിര, അതിൻ്റെ വേഗതയും അതിൻ്റെ ശക്തിയുമൊക്കെ വിശദീകരിച്ചിട്ട് പറയാണ്, ആ കുതിര തൻ്റെ യജമാനനോട് എത്രമാത്രം സ്നേഹമാണ്, അനുസരണമാണ് കാണിക്കുന്നത്. ഇത്തിരി പുല്ലും ഇത്തിരി വെള്ളവും, അല്ലേ, ഇത്തിരി പുല്ലും വെള്ളവും മാത്രം കൊടുക്കുന്ന തൻ്റെ യജമാനനോട് ആ കുതിര കാണിക്കുന്ന സ്നേഹവും അനുസരണവും എത്ര വലുതാണ്. യുദ്ധക്കളത്തിലേക്ക് ജീവൻ പണയം വെച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടുകയാണ് ആ യുദ്ധക്കുതിര, തൻ്റെ യജമാനനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി. ശത്രുവിൻ്റെ നേരെ പടപൊരുതുന്നതിൽ തനിക്കാവുന്ന എല്ലാ കഴിവുകളും വിനിയോഗിക്കുകയാണ് ആ കുതിര. ആലോചിച്ച് നോക്കി നിങ്ങൾ.
എന്താ കുതിരക്ക് കൊടുത്തിട്ടുള്ളതാകെ ഇത്തിരി പുല്ലും വെള്ളം അല്ലേ? അത് കൊടുത്തത് കൊണ്ട് ആ യജമാനരോടുള്ള കൂറ് എത്രമാത്രമാണ്. നമ്മൾ വീട്ടിൽ വളർത്തു നായകളുണ്ട്, പട്ടികൾ അല്ലേ? എത്രമാത്രം സ്നേഹമാണ് അവ നമ്മളോട് കാണിക്കുന്നത്. നമ്മളെ വീട്ടിലുള്ള ജീവികളുണ്ട്, പൂച്ചയുണ്ട്, എത്ര സ്നേഹമാണ് ആ ജീവികൾ നമ്മളോട് കാണിക്കുന്നത്. നമ്മളെന്താ കൊടുത്തത്? പലപ്പോഴും നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കിയുള്ള വേസ്റ്റ് ആയിരിക്കും കൊണ്ടുപോയി കൊടുക്കുന്നത്. എന്നിട്ടാണ് അവ നമ്മളോട് സ്നേഹം കാണിക്കുന്നത്. എങ്കിൽ ദുനിയാവിൽ എല്ലാം സംവിധാനിച്ചു തന്ന പടച്ച റബ്ബിനോട്, നമ്മുടെ നാഥനായ പടച്ച റബ്ബിനോട് എന്ത് നന്ദിയാണ് മനുഷ്യൻ കാണിച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് റബ്ബ് നമുക്ക് തരുന്നത്? ആലോചിച്ച് നോക്കി നിങ്ങൾ. വായു, വെള്ളം, ഭക്ഷണം, കായ്കനികൾ തുടങ്ങിയിട്ട് എന്തൊക്കെ എല്ലാം തരുന്ന പടച്ച റബ്ബിനോട് നന്ദി കാണിക്കുന്നില്ലല്ലോ മനുഷ്യൻ എന്നാണ് ലക്കനൂദ്. ശേഷം നന്ദിയില്ലാത്തവനാണ് മനുഷ്യൻ. എത്ര ശരിയാ പടച്ചോൻ പറയുന്നത് പോലെ അല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ കടലിനെയൊക്കെ നിങ്ങൾക്ക് അള്ളാഹു ഇതേ രൂപത്തിൽ സംവിധാനിച്ച് തന്നിട്ടുള്ളത്. ആലോചിച്ചു നോക്കുക എന്നാ. 13-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. 12-ാം ആയത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് 13-ാമത്തെ ആയത്തും. وسخر لكم ما في السماوات وما في الأرض جميعا منه إن في ذلك لآيات لقوم يتفكرون. വസഖറ അവൻ കീഴ്പ്പെടുത്തി തന്നു, മാഫിസ് സമാവാത്തി ആകാശങ്ങളിലുള്ളതും, വമാഫിൽ അർളി ഭൂമിയിലുള്ളതും ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു. ജമീഅൻ അവയെല്ലാം അവൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നു. മിൻഹു അവയിൽ നിന്നുള്ളതെല്ലാം, അഥവാ അവൻ്റെ വകയായി. ജമീഅൻ എല്ലാം അവൻ്റെ വകയായി അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. ഇന്ന ഫീ ദാലിക തീർച്ചയായും ഇതിൽ ലആയാത്തിൻ തെളിവുകളുണ്ട്, അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്, ലിഖൗമിൻ ഒരു ജനതക്ക്, യതഫക്കറൂൻ അവർ ചിന്തിക്കുന്നു, അങ്ങനെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ ഇതിലുണ്ട്. പറയുന്നത് എന്താ? ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും മുഴുവൻ അവനിൽ നിന്ന് അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. പടച്ചവൻ കീഴ്പ്പെടുത്തി തന്നു എന്ന് പറഞ്ഞു. മേലെ പറഞ്ഞതിൻ്റെ അതേ ആശയം തന്നെ. എല്ലാം അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു. ആകാശങ്ങളിലൂടെ പറക്കാൻ, അല്ലേ? വായുവിലൂടെ പക്ഷികളെപ്പോലെ പറക്കാനുള്ള സംവിധാനം പടച്ച റബ്ബ് സൃഷ്ടിച്ചു തന്നില്ലേ? വായുവിനെ അതേപോലെ അവൻ പര്യാപ്തമാക്കി തന്നില്ലേ? നിങ്ങൾക്ക് വാഹനങ്ങൾ ഉണ്ടാക്കിയാൽ വായുവിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ നിങ്ങൾ സൃഷ്ടിച്ചെടുത്തില്ലേ, ഉണ്ടാക്കിയെടുത്തില്ലേ? ആ വായുവിലൂടെ പറക്കണമെങ്കിൽ ആ വായുവിന് ഈ വാഹനത്തെ പിടിച്ചു നിർത്താനും അതിൻ്റെ നിയന്ത്രണത്തിനനുസരിച്ച് പോകാനും പറ്റുന്ന വിധത്തിൽ വായുവിനെ പടച്ച റബ്ബ് സംവിധാനിച്ചില്ലേ? ആകാശത്തുള്ള വായുവിനെ പിന്നിലേക്ക് തള്ളിയാൽ വിമാനം മുമ്പോട്ട് കുതിക്കും, വായുവിനെ പിന്നോട്ട് തള്ളിയാൽ വിമാനം മുന്നോട്ട് കുതിക്കും. എന്തൊരു അത്ഭുതമാണിതില്ലേ? അങ്ങനെ വായുവിനെ സംവിധാനിച്ചു പടച്ച റബ്ബ്. ആ രൂപത്തിലുള്ള ഒരു ശക്തി വായുവിന് അല്ലാഹു നൽകി. എന്നിട്ടോ ഏറ്റവും വേഗതയേറിയ വാഹനം വായുവിലൂടെ സഞ്ചരിക്കുന്നതാണ്. നമുക്കറിയാം, റോക്കറ്റുകൾ വായുവിലൂടെ സഞ്ചരിക്കുന്നത്. അവ എത്ര ശക്തിയായിട്ട് പിന്നിലേക്ക് വായുവിനെ തള്ളുന്നുവോ അതേ ശക്തിയിൽ, അല്ലെങ്കിൽ അതിലേറെ വേഗതയിൽ വാഹനം മുമ്പോട്ട് കുതിക്കുക. അങ്ങനെ പടച്ച റബ്ബ് നിങ്ങൾക്ക് ഈ വായുവിനെ, ആകാശമണ്ഡലങ്ങളെ പടച്ച റബ്ബ് നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു, അല്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. അതുപോലെ ഭൂമിയിലുള്ള സർവ്വവും നിങ്ങൾക്ക് അവൻ കീഴ്പ്പെടുത്തി തന്നു. എന്നിട്ട് പടച്ച റബ്ബ് പറയാ, ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്ന ജനങ്ങൾക്ക്, ബുദ്ധിയുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ, അത്തരം ജനങ്ങൾക്ക് ഒരുപാട് തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ ഇതിൽ കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ള അള്ളാഹു നൽകിയിട്ടുള്ള തെളിവുകൾ മനസ്സിലാക്കി, ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി, അവൻ്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ആരാധനകൾ മുഴുവനും ഏകനായ റബ്ബിന് മാത്രം സമർപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആനിലെ ഈ ശാസ്ത്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? അതിങ്ങനെ കേട്ട് ആസ്വദിക്കാനല്ല, അതിലൂടെ സ്രഷ്ടാവിനെ കണ്ടെത്താനാണ്. ഈ സൃഷ്ടികൾക്കൊക്കെ പിന്നിൽ അജയ്യനായ ഒരു സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവിൻ്റെ ഏകത്വത്തിലേക്ക്, സൃഷ്ടിപരമായ ഏകത്വത്തെ നിങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം നിങ്ങൾ അവൻ്റെ ആരാധനാപരമായ ഏകത്വവും അംഗീകരിക്കണം. സൃഷ്ടിക്കാൻ കഴിവുള്ളവന് മാത്രമേ ആരാധന അർഹതപ്പെടുന്നുള്ളൂ എന്ന അടിസ്ഥാനപരമായ തത്വം നിങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളുമൊക്കെ ആ സൃഷ്ടികർത്താവിൻ്റെ മുമ്പിൽ അവന് മാത്രം സമർപ്പിക്കണം. അതാ ഇസ്ലാം പഠിപ്പിച്ചത്.
ഇതൊക്കെ അംഗീകരിക്കുന്നതോടൊപ്പം ഇത് മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു, സസ്യലതാദികൾ മുളപ്പിക്കുന്നത് അള്ളാഹു, ഭൂമിയിൽ വെള്ളം നിക്ഷേപിച്ചത് അള്ളാഹു, കടലിനെ സംവിധാനിച്ചവൻ അള്ളാഹു, വായുവിനെ സംവിധാനിച്ചവൻ അള്ളാഹു, എല്ലാം അള്ളാഹു ആണെന്ന് സമ്മതിക്കുമ്പോൾ ആ അള്ളാഹുവിന് മാത്രമായിരിക്കണം നിങ്ങളുടെ ആരാധനകളെല്ലാം. എന്തൊക്കെയാണ് ആരാധന? നമസ്കാരം ആരാധനയാണ്, പ്രാർത്ഥന ആരാധനയാണ്, നേർച്ച ആരാധനയാണ്, നോമ്പ് ആരാധനയാണ്, തീർത്ഥാടനം ആരാധനയാണ്. അതെല്ലാം ഏകനായ റബ്ബിന് വേണ്ടി മാത്രം സമർപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.